നമ്മളൊരു പേര് അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്, കുമ്മനടിക്കുക. കുമ്മനടിക്കുക എന്ന് പറഞ്ഞാൽ അത് കുമ്മനം രാജശേഖരന്റെ ഒരു രീതിയാണ്. തനിക്ക് ഒരു അവകാശമില്ലാത്തടത്ത് കയറി ചെല്ലുക, അവിടെ ചെന്ന് ആളാവുക, ഞെളിഞ്ഞിരിക്കുക എന്നതാണ്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് ടിക്കറ്റ് എടുക്കാതെ കുമ്മനം അതിനകത്ത് കയറി. ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി കുമ്മനം അതിൽ സ്ഥാനം പിടിച്ചു. യഥാർത്ഥത്തിൽ കുമ്മനടിക്കുക എന്ന വാക്ക് വന്നത് അങ്ങനെയാണ്, ഒരു ക്ഷണിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ ചെല്ലുക. ഇപ്പോൾ വേറൊരു കുമ്മനടി തിരുവനന്തപുരത്ത് നടന്നു എന്നാണ് പൊതുവെ പറയുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അവിടെ മുഖ്യമന്ത്രിക്ക് അടുത്തിരുത്താൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന് വന്നൊരു ലിസ്റ്റ് വന്നിരിക്കുന്നു. ഇടതുപക്ഷം പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല, പ്രധാനമന്ത്രി അയച്ചെന്ന ലിസ്റ്റാണ്. പ്രതിപക്ഷ നേതാവിന് പോലും, ഒരു മന്ത്രിക്ക് തുല്യമായ പ്രതിപക്ഷ നേതാവിന് പോലും കിട്ടാത്ത സ്ഥാനം എങ്ങനെയാണ് വെറും ഒരു പാർട്ടി പ്രസിഡന്റ്, മുൻ MP എന്ന നിലയ്ക്ക് കിട്ടിയത്? മുൻ MP എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള MP ഒന്നുമല്ല, ഒന്നാമത്തെ കാര്യം. വേറെ എവിടെ നിന്ന് MP ആയതാണ്, വേറെ എവിടെ നിന്നോ കേന്ദ്രമന്ത്രി ആയതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ഞാൻ അതിനെ കാണുന്നത് BJPയുടെ വളരെ കൃത്യമായൊരു തന്ത്രം ആയിട്ട് തന്നെയാണ്. ഈ കാര്യം തമിഴ്നാട്ടിൽ ചെയ്യാൻ പറ്റുമോ? ഒരു കേന്ദ്ര പരിപാടിയുടെ ഉദ്ഘാടനത്തിന്, ഇത് കേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയൊന്നുമില്ല, അദാനിയുടെ പദ്ധതിയാണ്. എന്നാൽ പോലും പ്രധാനമന്ത്രി ഇരിക്കുന്നു, മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇരിക്കുന്നു, അവിടെ അണ്ണാമലയെ വിളിച്ച് അതിൽ കയറ്റിയാൽ ആദ്യം സംഭവിക്കുക സ്റ്റാലിൻ എന്നാൾ ഇറങ്ങിപ്പോവുകയാണ്. സ്റ്റാലിൻ ഇറങ്ങി സ്ഥലം വിടും. ഞാൻ ഇരിക്കില്ല ഇയാളുടെ കൂടെ എന്ന് പറയും. കാരണം ഇയാൾക്ക് ഇവിടെ യാതൊരു റോളും ഇല്ല. ഇയാൾക്ക് എന്താ പണി? ഇയാളെ ആരെ വിളിച്ച്? പ്രധാനമന്ത്രിയുടെ ഓഫീസാണെങ്കിൽ പ്രധാനമന്ത്രി പരിപാടി എടുത്തിപ്പോൾ ഞാൻ പോകുമെന്ന് പറയും. ഒന്നാമത് അത് പറയാനുള്ള തൻ്റെ ഇടമൊന്നും പിണറായി വിജയനില്ല. അദ്ദേഹത്തിന് വേറെ പരാധീനതകളുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് അയാൾ അവിടെ കയറിയിരുന്നു. കുമ്മൻ വന്നിരുന്നപ്പോഴും പ്രധാനമന്ത്രി കൂടെ വന്നിരുന്നപ്പോഴും പിണറായി വിജയനൊന്നും പറഞ്ഞില്ല. കുറച്ച് CPM-കാർ കളിയാക്കിയെന്നുള്ളൂ. ഇപ്പൊ നോക്കൂ, മുഹമ്മദ് റിയാസ് വലിയ ശബ്ദത്തിൽ ഇതിനെതിരായി പറഞ്ഞു. പ്രതിപക്ഷം അപഹസിച്ചു. മുഖ്യമന്ത്രി പറയണ്ടേ? മുഖ്യമന്ത്രിക്ക് പറയാൻ അധികാരമുണ്ട്. എന്താ? ഈ വേദിയിൽ ഇന്ന ആളുകൾ ഇരിക്കണം, ഇന്ന ആളുകൾ സംസാരിക്കണം. അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന രൂപത്തിൽ വാസവൻ സത്യം പറഞ്ഞു. എന്താ? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. ആരെങ്കിലും തിരുത്തിയോ? ഇതുവരെ തിരുത്തിയില്ലല്ലോ. പാർട്ടി സെക്രട്ടറി കേട്ടല്ലോ. പിന്നെ ഈ പദ്ധതിയിൽ പാർട്ട്ണറാണ്, അതിപ്പോൾ ഇയാൾ പറയണം? അതല്ലല്ലോ. ഗൗതം അദാനിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാ പറയുന്നത് നിങ്ങൾ പാർട്ട്ണറാണ്. അത് കേട്ട പ്രധാനമന്ത്രി ആഹ്ലാദിച്ചു. അത് കണ്ടോ, കമ്മ്യൂണിസ്റ്റുകാർ നയമൊക്കെ മാറ്റി. കമ്മ്യൂണിസ്റ്റുകാരിതാ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു, ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യമാണ് ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ BJP എന്താ പറഞ്ഞെന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് അദാനിയുടെ കാര്യത്തിലേ ഉള്ളൂ, വേറെ കാര്യത്തിലൊന്നും BJPക്ക് താല്പര്യമില്ല. ഇപ്പോൾ സഖാവ് അദാനിയായി പോളിറ്റ് ബ്യൂറോയിൽ വരുമെന്നുള്ളത് മാത്രമേ ഇനി ആലോചിക്കാനുള്ളൂ. ചൈനയിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ വന്നെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രി പല അടവും പറ്റും, BJP പല അടവും പറ്റും. മുഖ്യമന്ത്രി പറയണം ഇയാൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇയാൾക്ക് എന്ത് അധികാരമുണ്ടെന്ന് ചോദിക്കണം. അത് ചോദിക്കാനുള്ള തൻ്റെ ഇടമില്ലാത്തിടത്തോളം അവരുപയോഗിക്കും. ഇനി രാജീവ് ചന്ദ്രശേഖർ അവിടെ കയറിയിരുന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്കറിയില്ല. പ്രധാനമന്ത്രിയുടെ ഒപ്പം വന്നിരുന്നു, പടം എടുത്തു, അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? അയാൾ സംസാരിക്കാനും സമ്മതിച്ചില്ല, അതൊരു വലിയ കാര്യം. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി ഇന്ത്യ മുന്നണിയെ പരിഹസിച്ചു, രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി പരിഹസിച്ചു. എന്നിട്ടോ ആരെങ്കിലും മിണ്ടിയോ? ഇതുവരെ CPM എന്ന് പറയുന്ന പാർട്ടി മിണ്ടിയോ? MA ബേബി മിണ്ടിയോ? എന്താ മിണ്ടാത്തത്? പ്രധാനമന്ത്രി അസംബന്ധമാണ് പറഞ്ഞത്. ഇന്ത്യ മുന്നണിയെ കളിയാക്കാൻ പ്രധാനമന്ത്രി വേദി ഉപയോഗിച്ച് തെറ്റായിപ്പോയി എന്ന് പറയുന്നതിന് പകരം അത് കേട്ട് ആസ്വദിക്കുകയായിരുന്നു പിണറായി വിജയൻ ഞാൻ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയൊന്നുമില്ല. അദ്ദേഹം കേരളത്തിന് പുറത്ത് ഒരു ലോകമില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നുള്ളൂ. അപ്പോൾ കേരളത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ BJPയുടെ സഹായം വേണം. ഇനി തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കും എന്ന ചോദ്യത്തിന് ഒരു സംശയവും വേണ്ട. BJPയും CPM-ഉം അലയൻസിലാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ അവിടെ സഹായിച്ചിട്ടുണ്ട്. BJP CPM-നെ സഹായിക്കണം, CPM BJPയെ സഹായിക്കണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്കത് കാണാൻ പറ്റും. എങ്ങനെ കാണുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. പക്ഷേ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും മൗനം ആ സന്ദേശമാണ് അണികളിലേക്ക് കൊടുക്കുന്നത്, BJPയുടെയും CPM-ൻ്റെയും. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിന് അപകടകരമാണ്, ഒരു സംശയവുമില്ല, വളരെ അപകടകരമാണ്. എന്തുകൊണ്ട് മിണ്ടിയില്ല?
എന്തുകൊണ്ട് ഇപ്പോഴും പറഞ്ഞില്ല? ഇന്ത്യ മുന്നണിക്ക് മറ്റേ വിഷമമുണ്ടാവും, ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. പ്രധാനമന്ത്രി, ഞങ്ങളൊരു രാഷ്ട്രീയ മുന്നണിയാണ്, പ്രതിപക്ഷ രാഷ്ട്രീയ മുന്നണിയാണ് എന്ന് പറയാൻ MA ബേബി പോലും തയ്യാറാകാത്തിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഇത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ അണ്ടർ കറൻസ് വളരെ കൃത്യമാണ്. ഇപ്പോൾ മുനമ്പം വിഷയം വന്നപ്പോഴും ഇത് തന്നെ കണ്ടു. മുനമ്പം വിഷയത്തിൽ പാവപ്പെട്ട ബിഷപ്പുമാർ, പാവപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, നല്ല പൈസക്കുള്ളവരാണ്, ബിഷപ്പുമാർ പ്രസ്താവന ഇറങ്ങിയില്ലേ, വഖഫ് നിയമത്തിനെതിരായി വോട്ട് ചെയ്യണമെന്ന്, വോട്ട് ചെയ്യരുത്, വഖഫ് നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന്, വഖഫ് ഭേദഗതി അംഗീകരിക്കണമെന്ന് കേരളത്തിലെ MP മാരോട് പറഞ്ഞില്ല. അവർ കേട്ടില്ല എന്നുള്ള വേറെ കാര്യം. ഇപ്പോൾ ബിഷപ്പ്മാരെന്താ പറഞ്ഞ്? ഇന്നിപ്പോൾ KCBC പറയുന്നു. കാരണം വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പത്തുകാർക്ക് 5 പൈസയുടെ ഗുണമില്ല, ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളൊക്കെ അന്നേ പറഞ്ഞതാ. അന്ന് അതൊരു വലിയ BJP വിഷയമാക്കി. കിരൺ റിജ്ജു വന്നു, ആകെ ബഹളമാക്കി. അപ്പോൾ ആ ക്രിസ്ത്യാനികളൊക്കെ BJPയിലേക്ക് പോകാൻ പോകണു എന്നുള്ള രീതിയിലൊരു പ്രസംഗം നടത്തി. ഇന്നെന്താ KCBC ഇന്നലെ പറഞ്ഞ്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, BJPക്ക് സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവർ നന്നായി പ്രയോഗിക്കുന്നുണ്ട്. CPM ഞങ്ങളുടെ ശത്രുവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ശത്രുവാകുന്നുള്ളൂ. പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിഗ്നലുകൾ കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.